ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പോൾ ഇന്നൊരു ചെറിയ കഥ കേട്ടാലോ? ഞാൻ ചെറിയൊരു കഥ വായിക്കാം. ഒരു ഗുണപാഠ കഥയാണ് കേട്ടോ ഇത്. ഒരു വൃദ്ധനായ അച്ഛനും 5 മക്കളും. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വൃദ്ധനായ പിതാവും അദ്ദേഹത്തിൻ്റെ 5 പുത്രന്മാരും താമസിച്ചിരുന്നു. ദൗർഭാഗ്യവശാൽ ആ പിതാവിൻ്റെ 5 പുത്രന്മാരും പരസ്പരം കലഹിക്കുക പതിവായിരുന്നു. ഒരു കാര്യത്തിലും അവർ തമ്മിൽ ഐക്യമുണ്ടായിരുന്നില്ല. പിതാവ് എത്ര ഇണഞ്ഞു ശ്രമിച്ചിട്ടും അവർ കലഹിക്കുന്ന സ്വഭാവം മാറ്റാനും കഴിഞ്ഞില്ല. അവസാനം അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി. ഒരു ദിവസം പതിവ് പോലെ പുത്രന്മാർ കലഹിക്കാൻ തുടങ്ങി. ഇത് കണ്ട പിതാവ് ഉടൻ തന്നെ ഒരു കെട്ട് വിറക് കൊണ്ടുവന്നു അവരുടെ മുന്നിൽ വച്ചു. എന്നിട്ട് അവർ 5 പേരോടായി പറഞ്ഞു, പുത്രന്മാരെ, നിങ്ങൾ അല്പസമയം കലഹം നിർത്തി ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ഓരോരുത്തരായി വന്ന് ഒരു കെട്ട് വിറകിനെ എടുത്ത് മുറിക്കുക. പിതാവിൻ്റെ വാക്കു കേട്ട പുത്രന്മാർ ഓരോരുത്തരായി ആ വിറക് കെട്ട് എടുത്ത് മുറിക്കാനായി ശ്രമിച്ചു. എന്നാൽ അവർക്ക് ആർക്കും തന്നെ അത് മുറിക്കാൻ കഴിഞ്ഞില്ല. അവർ പിതാവിനോടായി പറഞ്ഞു, പിതാവേ, വിറകിന് നല്ല ബലമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിത് മുറിക്കാൻ സാധിക്കുകയില്ല. ഇത് കേട്ട പിതാവ് ആ പുത്രന്മാരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ വിറക് കെട്ടിന് നല്ല ബലമാണ്. നിങ്ങളെ കൊണ്ട് ഇത് ഒരുമിച്ച് മുറിക്കാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഓരോരുത്തരായി വന്ന് ഈ കെട്ടിൽ നിന്നും ഓരോ വിറക് കഷ്ണം വീതം എടുത്ത് മുറിക്കാൻ ശ്രമിക്കുക. ഇത് പറഞ്ഞ് കേട്ടതും ആ പിതാവ് വിറകിലെ കെട്ടഴിച്ച് ഓരോ വിറകുകളായി ഇട്ടു. പുത്രന്മാർ ഓരോരുത്തരായി വന്ന് ഓരോ വിറക് കഷ്ണം വീതം എടുത്ത് മുറിച്ചു. അങ്ങനെ അവർ മുഴുവൻ വിറക് കെട്ടും മുറിച്ചു. ഇത് കണ്ട പിതാവ് പുത്രന്മാരോട് പറഞ്ഞു, പുത്രന്മാരെ, നിങ്ങൾ എപ്രകാരമാണ് ഒരു കെട്ട് വിറക് മുറിച്ചതെന്ന് കണ്ടോ? നിങ്ങൾ 5 പേരും ഒരുമിച്ച് നിന്നാൽ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അതേസമയം നിങ്ങൾ ഇങ്ങനെ പരസ്പരം വഴക്കടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ ഈ വിറക് കെട്ട് കണ്ടോ? അതൊരുമിച്ച് ഇരുന്നപ്പോൾ അതിനെ മുറിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതേസമയം ആ വിറക് കെട്ടഴിച്ചു പിരിച്ച് ഓരോരോ വിറക് കഷ്ണം ആക്കിയപ്പോൾ നിങ്ങൾക്ക് അതിനെ എളുപ്പത്തിൽ മുറിക്കാൻ കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ 5 പേരും ഒരുമിച്ച് നിന്നാൽ ഒരു ശത്രുവിന് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതേസമയം നിങ്ങൾ വഴക്കടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്താനും കഴിയും. പിതാവിൻ്റെ വാക്ക് കേട്ട പുത്രന്മാർ തങ്ങളുടെ തെറ്റ് മനസ്സിലായി. അവർ പിന്നെ ഒരിക്കലും പരസ്പരം ഒന്നിനു വേണ്ടിയും കലഹിച്ചിട്ടില്ല. അവർ എന്ത് കാര്യത്തിനും ഒറ്റക്കെട്ടായി നിന്നു. ഇതിലെ ഗുണപാഠം എന്ന് പറയുന്നത്, ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ, വിജയം വരിക്കാനും സാധിക്കും. അതാണ് ഈ കഥയിലൂടെ ഉദ്ദേശിക്കുന്നത്.